ശിർക്കനാണ്. അത് ഹാദറ ജിന്ന ഹാദറ ഇൻസാന ശിർക്കാണ്. ഹാദറ ഇൻസിനോടെ ശിർക്കല്ല. അത് വണ്ടി നിയന്ത്രണം വിട്ടു, എല്ലാം കഴിഞ്ഞു, പിന്നെ ഉള്ളുന്ന് തേട്ടേണ്ടത്. അതാ മനസ്സിലായി ഉള്ളുന്ന് തേട്ടം വരാണ്ട്. അത് ഹാദറ അടിമതി ഉണ്ടെങ്കിലോ മൂപ്പടും ചോദിക്കാൻ പറ്റില്ല. അപ്പോഴും ശിർക്കനാണ്. ഇതിനാ ജിന്നിമുഖമാണ്. ബോയ്ക്ക് എപ്പോഴും ജിന്ന മനസ്സിലുണ്ട്. സ്വരം കയറുമ്പോഴും ജിന്ന്, സ്വരം ഇറങ്ങുമ്പോഴും ജിന്ന്, ഏത് നേരം ജിന്ന്. നമ്മളെ സംബന്ധിച്ച് അങ്ങനത്തെ വിഷയമേ ഇല്ല. ഏത് ഘട്ടത്തിലും യാ അല്ലാ എന്നല്ലാത്ത തേട്ടമില്ല, ഒരു ചോദ്യമില്ല. ഇൻസിനോട് പോലും അനുവദനീയമായ ചോദ്യങ്ങൾ പോലും പരമാവധി ചോദിക്കാതിരിക്കുക, ഉള്ളതിൽ തൃപ്തിപ്പെടുക, ബാക്കി റബ്ബിലേക്ക് തവക്കുലാക്കുക. ഇതല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്. നിങ്ങൾക്കാണ് തോന്നുന്നത് അവിടെ ജിന്നുണ്ടാവോ, ഇവിടെ ജിന്നുണ്ടാവോ, അപ്പുറം ജിന്നുണ്ടാവോ. നമുക്ക് അങ്ങനത്തെ തോന്നലേ ഇല്ല. ഏപ്രിൽ മാസത്തിൽ ഇസ്ലാഹി മാസിക അതിന്റെ 42-ാമത്തെ പേജ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എന്താണോ എഴുതിയത് 100% ശരിയാണ്. 100% ശരിയാണ്.